ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ 10 മണിക്കൂർ പഠിക്കാൻ പോവാം. കാരണം ഇനി ആകെ കറക്റ്റ് ഒരാഴ്ച കൂടി എക്സാമിനുള്ളൂ. ഇന്ന് 23-ാം തീയതിയാണ്, 1-ാം തീയതിയാണ് അപ്പോൾ നമുക്ക് പരീക്ഷ വരുന്നത്. പിന്നെ നമ്മൾ റൂം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം വളരെ പരിതാപകരമായിരുന്നല്ലോ ഈ റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ആക്കി. ഇനി അവിടെ ഷെൽഫും കൂടി വെക്കണം. പിന്നെ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ തന്നെ കമൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇനിയും കൂടുതൽ ഇതേപോലുള്ള കണ്ടൻസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. ഇത് ആക്ച്വലി ഇന്നലെ രാത്രി ചെയ്യേണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ചെയ്ത് തീർക്കണം. 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വലിയ ക്വസ്റ്റ്യനൊന്നുമല്ല, ചെറിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ചെയ്ത് തീർത്തിട്ട് ഇനി വേറൊരു വലിയ ക്വസ്റ്റ്യനുണ്ട് ഈഗിൾ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. അത് ഞാൻ ഇന്നലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ച് കണ്ടോ, ഇത് കുറച്ച് ടഫായ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഒന്നും കൂടി എഴുതി നോക്കണമെന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാം. എനിവേയ്സ്, ഇത് ഈ ഒരു സെഷനത്തേന്ന് മാത്രമല്ല, ഈ ഒരു 2025 തന്നെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റഡി വ്ളോഗാണ്. കാരണം ഇനിയിപ്പോൾ 18-ാം തീയതി ക്ലാസ് തുടങ്ങിയാലും ഞാൻ അടുത്ത മാസം അവധിന് പഠിക്കാനൊന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ ക്ലാസ്സും കാണുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യനും ചെയ്തു പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു യൂസറിന് ഒരു കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രോപ്പർലി കൺവേ ആവും. ഈ ട്രിപ്പിളേയും കൂടി കഴിയുകയാണെങ്കിൽ പിന്നെ എനിക്ക് 2 പേപ്പേഴ്സും കൂടി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ 2 ആഴ്ച ഏറ്റവും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു 1 വീക്കിനുള്ളിൽ ഈ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ അത്രയും പഠിക്കാനുള്ള ടൈം പോവല്ലേ അവിടെ. അങ്ങനെ ഒരു 8:20 ആയപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. ഇതെന്താ ബ്ലറാവുന്നത്? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് റിവ്യൂ ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻസ് മിക്കവാറും ChatGPT ഇട്ടിട്ടാണ് റിവ്യൂ ചെയ്യാറ്. പിന്നെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ മെൻറ്റർക്കൊക്കെ അയച്ചു കൊടുത്ത് റിവ്യൂ ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഏതായാലും ഇതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഈ എസ്തെറ്റിക് ആയിട്ടുള്ള ലോഫി സോങ്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ സോങ്സ് ഒക്കെ ജനറേറ്റ് ചെയ്തത് മ്യൂസിക് ക്രിയേറ്റർ AI എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ടൈപ്പ് സോങ് ആണോ അത് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ലിറിക്സൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി, അതേപോലെ തന്നെ അതിനെ ഏത് ടൈപ്പിലേക്ക് ആക്കണം എന്ന് പറഞ്ഞാൽ ഇവർ കറക്റ്റ് അതിനെ നല്ല രസമുള്ള ഒരു സോങ് ആക്കി നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഫൺ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സോങ് കേട്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ച് ലോഫിൽ നിന്ന് മാത്രം അടിച്ചിട്ട് ഞാൻ ജനറേറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കതിനെ ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട്, അതേപോലെ തന്നെ കോപ്പിറൈറ്റ് ഫ്രീ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ലൈസൻസും കിട്ടും. പിന്നെ ഇത് സോങ്സ് മാത്രമല്ല, നമുക്ക് ലിറിക്സ് ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വോക്കൽസ് റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമാക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളും ഈ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര പഠിക്കുക കേട്ടോ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി നമ്മൾ 3 മാസവും ഇത്ര എമൗണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഫാൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ മാക്സിമം ഇടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യാത്തത് കൊണ്ട് ഒരവസരം നഷ്ടപ്പെടുക, നമ്മുടെ 3 മാസം പോവുക, ഇത്രയും ക്യാഷ് പോവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമായിരിക്കും. നമുക്ക് ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ ടൈമിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് റിഗ്രറ്റ് വരും. അപ്പോൾ ഉള്ള സമയം നല്ലോണം യൂസ് ചെയ്യുക, വെറുതെ റീലും കണ്ട് സിനിമയും കണ്ട് കളയാതിരിക്കുക. എനിക്ക് ആ ഒരു സജഷൻ മാത്രമേ നിങ്ങൾക്ക് തരാറുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനാണെങ്കിലോ എന്ത് കാര്യത്തിനാണെങ്കിലോ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടും അല്ലാതെയും റിസോഴ്സസ് ഉണ്ട്. നിങ്ങളുടെ പാരൻസ് അത് പേ ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ACCA പോലൊരു കോഴ്സ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കിട്ടിയ അവസരം മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഒന്നും കൂടി ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി നമുക്കൊന്ന് ChatGPT ഇട്ടിട്ട് ഇതിൻ്റെ മാർക്ക് നോക്കാം. ഇപ്പോൾ സമയം 9:17 ആയിട്ടുണ്ട്. നമ്മളൊരു 7:30 എന്തോ തുടങ്ങിയതാണ് ഈ ക്വസ്റ്റ്യൻ. ലൈക്ക് നോർമലി 25 മാർക്കിന് 50 മിനിറ്റ് വരെയാണ് മാക്സിമം എടുക്കേണ്ടി വരിക. നമ്മൾ ഒരുപാട് ടൈം എടുത്തു, അത് റിവ്യൂ കൂടി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ ഇതിന് ടോട്ടൽ പിന്നെയും 14.5-15 മാർക്ക് തന്നെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഈ ബാസ്കിങ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി മഗ്നോളിയ ചെയ്യണം. അപ്പോൾ ഏതായാലും അതിന് മുന്നേ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുക്കണം, അതേപോലെ തന്നെ കടയൊക്കെ ഒന്ന് തുറന്നു വെക്കണം.
അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് വന്നിരിക്കുകയാണ്. ഇനി ഈ മഗ്നോളിയ ഗ്രൂപ്പ് ചെയ്യണം. ട്രിപ്പിൾ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയുള്ള 7 ദിവസമാണ് നന്നായിട്ട് ഡെയിലി ഇരുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം എത്രമാത്രം ക്വസ്റ്റ്യൻസ് അറിയുന്നോ അത്രയും നമുക്ക് അത്രയും സിനാരിയോസ് പഠിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ACCA പറ്റിയുള്ള മിത്തുകളോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ എനിക്ക് അതായിട്ട് ചെയ്യാമല്ലോ. എനിക്ക് അറിഞ്ഞോണമെന്നില്ല, പക്ഷെ അറിയുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് ആ ക്വസ്റ്റ്യൻ ടൈമിന് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ലൈക്ക് ഇത് ശരിക്കും നമ്മൾ 45 മിനിറ്റ്സിന് ഈ 25 മാർക്സിൻ്റെ മൊത്തം എഴുതണം. പക്ഷെ ഞാൻ ഈ 15 മാർക്കിൻ്റെ എഴുതി കഴിഞ്ഞുള്ളൂ ആ ടൈമിൽ. അപ്പോഴേക്കും ടൈമർ അടിച്ചു. ഞാൻ ChatGPT ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ പോവാം. മറ്റേതും എഴുതും, അതിൻ്റെ B സെക്ഷൻ എഴുതും. ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇത് എങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. നമ്മളിങ്ങനെ നമ്മുടെ ആൻസറും ക്വസ്റ്റ്യനും ഇട്ട് കൊടുത്തിട്ട് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇവാലുവേറ്റ് എന്നോ അല്ലെങ്കിൽ മാർക്ക് മൈ ആൻസർ എന്നോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർ മാർക്ക് ചെയ്ത് തരും കറക്റ്റായിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് എവിടേക്കാണ് മിസ്റ്റേക്ക് വന്ന കാര്യങ്ങളൊക്കെ അറിയും. പിന്നെ ആൻസർ ബാക്കിലുള്ള ആൻസർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിട്ട് തരാൻ പറയാം. എന്നിട്ട് ആ ബുള്ളറ്റ് പോയിൻറ്റ്സും കൂടി ഒന്ന് പഠിച്ചിട്ട് അത് വെച്ച് ഒന്നും കൂടി ആൻസർ എഴുതാം. അങ്ങനെ ആകുമ്പോഴൊക്കെയാണ് പഠിക്കാൻ പറ്റാൻ തോന്നുട്ടോ. ഇതിപ്പോൾ കുറച്ച് ടഫാണ്. ട്രിപ്പിളെ പൊതുവേ നല്ല ഹാർഡാണല്ലോ. ലൈക്ക് ഏറ്റവും പാസ് റേറ്റ് കുറവുള്ള പേപ്പറല്ലേ. നമുക്ക് റാങ്ക് തന്നെ 68 അങ്ങനെ എന്തോന്നാണ് റാങ്ക്. അപ്പോൾ പിന്നെ പാസ്സാവുക എന്ന് പറയുന്നത് അത്രയും വലിയ ടാസ്ക് ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇനിയിപ്പോൾ 2025 കഴിയാൻ ഒരു മാസം തികച്ചില്ല. അപ്പോൾ ഈ ഒരു ഇയർ കഴിയുന്നതിൻ്റെ മുന്നേ ഒരു 15,000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഓൾറെഡി 12,000 ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നടക്കായികയൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ 15,000 ആവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ 2025 15,000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ നല്ലൊരു ഗീവ് അവേ തന്നെ ഉണ്ടാവും. ACCA സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നല്ലൊരു ഗീവ് അവേ ആയിരിക്കും. ഇപ്പോൾ ഫുഡിൻ്റെ ടൈമിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഒക്കെ നല്ല ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം എനിക്ക് ഒരു ക്ഷീണവും ഉറക്കം വരലൊക്കെയാണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഒരു 2 മണി വരെ ഇരിക്കുകയാണെങ്കിൽ അത്രയും നേരം ആ വിശപ്പിൽ ഇരുന്ന് പഠിക്കാമല്ലോ. പിന്നെ കഴിച്ചു വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഉച്ചയ്ക്ക് ചോറിന് നല്ല ബീഫും പയറും പിന്നെ ഒരു കുമ്പളങ്ങ മത്തങ്ങ എന്തോ ഒരു കറിയാണത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കൊറിയർ വന്നു. അപ്പോൾ ഇത് ഞാൻ രാവിലെ തൊട്ടേ വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് വരിക നോക്കിയിട്ട്. ഒരു ഹെൽമെറ്റ് ഓർഡർ ചെയ്തിരുന്നു. ഇത് നമ്മുടെ ആക്സോറിൻ്റെ സോളിഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ സിംഗിൾ കളേഴ്സിന് അവരങ്ങനെ തന്നെയാണ് അതിൻ്റെ പേരും വെച്ചിട്ടുള്ളത്. അപ്പോൾ അധികം ഫ്ലാഷി അല്ലാത്ത സ്റ്റിക്കർ വർക്കൊന്നും ഇല്ലാത്ത ഒരു ഹെൽമെറ്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്യുവർ ബ്ലാക്ക് തന്നെ എടുത്ത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പഠിക്കാനുള്ളൊരു എനർജി ഇല്ല ഫുഡൊക്കെ കഴിച്ചോണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇൻസ്റ്റയിലത്തെ കുറച്ച് വർക്കുകളുണ്ട്, അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കാം. അപ്പോൾ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നോട്ട്സ് ഉണ്ടാക്കിയില്ലേ ChatGPT വെച്ചിട്ട്. അപ്പോൾ ആ നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇനി രാത്രി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ നിങ്ങളുടെ അവിടെ ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര തണുപ്പാണ്. രാവിലെ ആയാലും ഒരു വൈകിട്ടൊക്കെ സമയമായാലും എപ്പോഴും ഒരു ഉറക്കത്തിൻ്റെ മൂഡാണ്. അതിപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ ആയിട്ട്. അത് ഈ എക്സാമൊക്കെ അടുക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ട്. ക്ലൈമറ്റ് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ചില സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും, ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് ഭയങ്കര വെയിലായിരിക്കും. ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് തിയറിയൊക്കെ വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് പ്രോപ്പറായിട്ട് നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ലൈക്ക് ഇപ്പോൾ തിയറിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോളജ് പാർട്ട് എനിക്ക് ഓക്കെയാണ്. കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തല്ലോ, പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചതുമാണ്, കുറേ ആയിലിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് പ്രോപ്പർ ഒരു സിസ്റ്റമാണ്. ഇനിയിപ്പോൾ ആകെ കറക്റ്റ് ഒരാഴ്ചയും കൂടിയാണ് എക്സാം ഉള്ളത്. ഇന്നിപ്പോൾ ഞായറാഴ്ച, അടുത്ത തിങ്കളാഴ്ച പരീക്ഷ. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടും കാര്യമില്ല. അതിനൊരു പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് വീഴില്ല. പ്രത്യേകിച്ച് P ലെവൽ പേപ്പേഴ്സിലൊക്കെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരേ സംഭവം 10 മാർക്ക് വരുന്നതും 5 മാർക്ക് വരുന്നതും ആ സ്ട്രക്ചറിൻ്റെ ബേസിലാണ്. കാരണം പ്രൊഫഷണൽ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ച് രാത്രി ഇനി 25 മാർക്കിൻ്റെ ഒരു 2 ക്വസ്റ്റ്യനും കൂടി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ 4-5 ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു ക്ലാസ് കണ്ടു തീർത്തു, പിന്നെ ബാക്കി ഇത്രയും തിയറി പഠിച്ചില്ലേ, ഇതൊക്കെ തന്നെ അത്യാവശ്യമായി. പിന്നെ ACCA എക്സാംസിന് നിങ്ങൾ ഒരിക്കലും വലിച്ചു വാരി എഴുതരുത്.
കാരണം കുറേ പേർക്ക് ഈ ടൈമില്ല ടൈം കിട്ടുന്നേ ഇല്ല എക്സാമിന് എന്ന് പറയുന്നത്. അവർ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിനങ്ങോട്ട് വിശദീകരിച്ച് അലങ്കോലാക്കും. അവരുടെ വിചാരം ഇതിങ്ങനെ കുറേ അങ്ങോട്ട് എഴുതിയോണ്ട് എക്സ്ട്രാ മാർക്ക് കിട്ടുന്ന. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇതിനൊക്കെ ഓരോ ക്യാപ്പ് ഉണ്ട്. അതായത് മാക്സിമം 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ക്യാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതിന് കിട്ടുന്ന മാർക്കേ അതിന് കിട്ടുള്ളൂ. എനിവേയ്സ്, ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 7:20 ആയപ്പോൾ ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെ കുറച്ച് പ്രൈസ് ടാഗ് അടിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അമ്മേനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ, ലേറ്റ് ആയില്ലേ. അപ്പോൾ 8:30 കട അടയ്ക്കുക. അത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ റൂമിലിരുന്ന് തന്നെ പഠിക്കുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ലാപ്ടോപ്പൊക്കെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ബുക്ക് കയ്യിലെടുക്കുക. എന്നിട്ട് എവിടെയാണോ സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ ഇരുന്ന് പഠിക്കുക. കാരണം നമുക്കങ്ങനെ എപ്പോഴും അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാനൊന്നും പറ്റിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഏജിൽ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്, ആരും ഒരു പോർഷനും സിലബസിൽ വിടരുത്. എല്ലാ പോർഷനും, അതായത് ഏറ്റവും ചെറുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന പോർഷൻ വരെ നമ്മൾ പഠിച്ചിട്ടേ പോകാം. കാരണം എക്സാമിന് വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരു സ്റ്റാൻഡേർഡാണ് ഉണ്ടായിരുന്നത്. കാരണം അത് ഭയങ്കര വലുതാണ്, അത് SBRൽ നല്ലപോലെ ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ആ സ്റ്റാൻഡേർഡിന് എക്സാമിന് വന്നു. അപ്പോൾ എന്തായി, എനിക്ക് അതിനകത്ത് കാര്യമായിട്ട് ഒന്നും എഴുതാൻ പറ്റിയില്ല. നല്ലൊരു മാർക്ക് കിട്ടാൻ മാത്രം എനിക്ക് ആ സ്റ്റാൻഡേർഡ് പറ്റി ഒന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ റിവ്യൂവും കഴിഞ്ഞു, വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അത്യാവശ്യം വരുത്തി. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആ തിയറി പഠിച്ചത് നല്ലോണം യൂസ്ഫുള്ളായി. ലൈക്ക് ആ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ചത് അതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നിയാൽ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കോൺഫിഡൻസ് കളയരുത്. നമ്മളത് എഴുതാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് 2 ക്വസ്റ്റ്യനും വലിയ തരക്കേടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് കുറച്ച് തിയറിയും കൂടി എന്തെങ്കിലും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും കാണണം. ലൈക്ക് എന്തെങ്കിലും ക്ലാസ്സിൻ്റെ വീഡിയോസോ ലൈക്ക് ടെക്നിക്കൽ ആർട്ടിക്കലിൻ്റെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടാൽ എക്സാമിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഡിന്നറിന് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ തന്നെ ഉച്ചക്കത്തെ ബീഫില്ലേ, ഈ ബീഫ് ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും അതും പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറും പായസവും എല്ലാം കൂട്ടി ഒരു അടിപൊളി ഡിന്നറായിരുന്നു. നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ഇനി രാത്രി പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലാസ് ഒരു 3/4 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് അടിച്ചുവിട്ട് കാണുകയാണെങ്കിൽ 11 മണിക്ക് തീർക്കാം. അപ്പോൾ കുറച്ച് ഈ വീഡിയോസിനൊക്കെ ഒരു ലാപ്പിലൊക്കെ ആക്കിയിട്ട് ഒരു 11:15 ആകുമ്പോഴേക്ക് ഉറങ്ങാം. എല്ലാവരും രാത്രി 1 മണി 2 മണി വരെ ഫോൺ കളിച്ചിരിക്കുന്ന സ്വഭാവം മാറ്റുക. ഒരു 11 മണി 10:30 ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കയറി കിടന്നുറങ്ങുക. രാവിലെ ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴേക്കും നീക്കുക. 76 ഇപ്രാവശ്യത്തെ റാങ്ക്. ഇപ്രാവശ്യത്തെ റാങ്ക് 76, 75 ഇന്ത്യയിൽ ആരും സ്കോർ ചെയ്തിട്ടില്ല. ഓൾ ഇന്ത്യ റാങ്ക് 1 76, 2 74, 73 എന്ത് വരുന്നത് ഓൾ ഇന്ത്യ റാങ്ക് 3. അപ്പൊ അത്ര ടഫ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്കോറിംഗ് ഹൈ മാർക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.